മലയാള സിനിമയെ വീണ്ടും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഷൈൻ ടോം ചാക്കോ. ലഹരി കേസിൽ വീണ്ടും ഇറങ്ങി ഓടിയിരിക്കുകയാണ് നടൻ പോലീസ് എക്സൈസിന്റെ പരിശോധനയിൽ. ഒരു നടി വെളിപ്പെടുത്തലുമായി രംഗത്തെത്തുന്നു. ഷൈൻ ടോം ചാക്കോയ്ക്ക് നന്നാവാനുള്ള വല്ല രക്ഷയുണ്ടോ? അല്ല, എനിക്ക് ധന്യ പറഞ്ഞത് മനസ്സിലാവുന്നില്ല. മലയാള സിനിമയെ പ്രതിസന്ധിയിലാക്കി. എന്ത് പ്രതിസന്ധിയാണ്? മലയാള സിനിമയെ സംബന്ധിച്ച് ഏറ്റവും മാരകമായൊരു പ്രഹരം കൊടുത്തത് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ്. ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ 2-3 ഭാഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, ഏറ്റവും കൂടുതൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചർച്ച ചെയ്തത് മലയാള സിനിമയിലെ മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ചാണ്. അതേക്കുറിച്ച് ഇവിടെ സിനിമാ രംഗത്ത് ആരെങ്കിലും ഏതെങ്കിലും ചാനൽ ചർച്ച ചെയ്തോ? ഇല്ല. ഒരു നടിയുടെ മുടിയെ പിടിച്ചു, അവിടെ പിടിച്ചു, ഇവിടെ പിടിച്ചു, അങ്ങനെ അങ്ങോട്ട് വരാൻ പറഞ്ഞു, റൂമിൽ പതുക്കെ വന്ന് മുട്ടി തുടങ്ങിയുള്ള മസാല കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്തത്. അത് ഈ പറഞ്ഞ പോലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തില്ല, സിനിമാക്കാർ ചർച്ച ചെയ്തില്ല. മലയാള സിനിമയിൽ അതിഭീകരമായ വിധത്തിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗമുണ്ട് എന്ന് ഹേമ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്. അന്നും ചർച്ച ചെയ്തില്ല. അപ്പോൾ മലയാള സിനിമയെ സംബന്ധിച്ച് ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം വലിയ തോതിൽ കൂടുന്നുണ്ട് എന്ന് പറയുന്നത് മാധ്യമങ്ങൾ മാത്രമല്ല, നിർമ്മാതാക്കളുടെ സംഘടന പറയുന്നു. ചില നിർമ്മാതാക്കൾ പറഞ്ഞിട്ടുണ്ട്, മലയാളത്തിലെ ചില നടന്മാർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, അതുകൊണ്ട് ഈ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പം മലയാള സിനിമയുടെ പ്രതിസന്ധി ഒന്നുമില്ല. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സമീപകാലത്തുണ്ടായിട്ടുള്ള ഇപ്പം KM എബ്രഹാമിൻ്റെ വിവാദം, വീണയുടെ SFIO കേസ് തുടങ്ങിയുള്ള പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ കത്തി നിൽക്കുമ്പോൾ ഒരു വിവാദം ഉണ്ടായി വരുന്നു. ഇപ്പോൾ വിൻസി എന്ന് പറഞ്ഞ നടി, എനിക്കറിയില്ല നടി, ഞാൻ അവരുടെ സിനിമയൊന്നും കണ്ടിട്ടില്ല. ഏതായാലും അവർ നല്ല നടിയാണെന്നൊക്കെ എന്നോട് തന്നെ പറഞ്ഞു വന്നു, അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തു ആവട്ടെ, നല്ല നടിയാവട്ടെ, അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്നവരോ ജീവിതത്തിൽ അഭിനയിക്കുന്നവരോ എന്തു ആവട്ടെ, പക്ഷേ ഇത് ഇപ്പോൾ അവർ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ചെയ്തതായിരിക്കില്ല. പക്ഷേ ഇത് എന്തുകൊണ്ട് ഇത് മുഴപ്പിക്കുന്നു, പെരുപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ രാഷ്ട്രീയത്തിലെ സമകാലികമായ ചില വിഷയങ്ങൾ ഒതുക്കാനായിരിക്കാം. ഞാൻ ചോദിക്കട്ടെ, മലയാള സിനിമയിൽ ഈ ഷൈൻ ടോം ചാക്കോ ഒരു നടനാണ്, ഒരു ഇടത്തരം നായക നടനാണ് അല്ലേ, സൂപ്പർ താരമൊന്നുമല്ല. അയാളെ ഞാൻ ന്യായീകരിക്കുകയാണെന്ന് ആരും പറയരുത്. അയാൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ള വൃത്തികേടുകൾ, ഒരു ഫ്ലാറ്റിൽ മയക്കുമരുന്ന് കഴിച്ച് നഗ്നനായി നടന്ന് ഒരു വീട്ടമ്മയോടൊപ്പം മര്യാദയാക്കി എന്നുള്ള കേസുണ്ട്. അങ്ങനെ ഒരുപാട് കേസുകളിൽ ഇയാൾ പ്രതിയായിരുന്നു. ചില കേസുകളിലൊക്കെ വിട്ടു. പിന്നീട് എപ്പോഴും കണ്ടാൽ ഏറ്റവും അനാർക്കിസം പ്രവർത്തിക്കുന്ന അരാജക സ്വഭാവത്തിൽ പെരുമാറുന്ന ഒരു നടനാണ്. സംസാരിക്കുന്ന ഭാഷ ഈ മാധ്യമപ്രവർത്തകരെന്ന ആളിൽ തെറ്റിദ്ധരിക്കുക. മാധ്യമപ്രവർത്തകരൊന്നുമല്ല, ഈ സിനിമയ്ക്ക് വേണ്ടി സിനിമാ താരങ്ങളുടെ വായിൽ നിന്ന് വീഴുന്ന മൊഴിമുത്തുകൾ കോർത്തെടുക്കാൻ വേണ്ടി നടക്കുന്ന ചില ഓൺലൈൻ ചാനലുകളുണ്ടല്ലോ, അവരുടെയൊക്കെ നേരെ ഇരുന്ന് അങ്ങനെ അഭിമുഖത്തിന് ചെല്ലുന്ന ഓൺലൈൻ ചാനലുകളിലെ പെൺകുട്ടികളോടൊക്കെ വളരെ സഭ്യമല്ലാത്ത ഭാഷയിൽ ഒരു മാനേഴ്സ് ഇല്ലാതെ സംസാരിക്കുന്ന ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഷൈൻ ടോം ചാക്കോ നേരത്തെ വിനായകൻ്റെയൊക്കെ കാര്യം പറഞ്ഞതുപോലെ മലയാള സിനിമയിലെ നൊട്ടോറിയസ് ആയിട്ട് പെരുമാറുന്നു, അല്ലെങ്കിൽ മദ്യത്തിനും മയക്കുമരുന്നിനും ഇടപെട്ട് പൊതുജീവിതത്തിലും സിനിമാ ജീവിതത്തിലും സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്നറിയാതെ പെരുമാറുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഷൈൻ ടോം ചാക്കോ മാത്രമാണോ മലയാള സിനിമയിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുള്ളത്? തേവരയിൽ 85,000 രൂപയ്ക്ക് വാടക കൊടുത്തൊരു ഫ്ലാറ്റ്, ആ ഫ്ലാറ്റിൽ നിന്ന് LSD സ്റ്റാമ്പ് ഹാഷി ഷോയിൽ ഉൾപ്പെടെ പിടിച്ചില്ലേ? ആ ഫ്ലാറ്റ് ആരുടെയായിരുന്നു? പൃഥ്വിരാജിന്റെ അല്ലേ? എവിടെ എത്തി കേസന്വേഷണം? എന്തുകൊണ്ടാണ് ഈ മലയാളത്തിലെ മാധ്യമങ്ങൾ പൃഥ്വിരാജിന്റെ ഫ്ലാറ്റിൽ നിന്ന് പിടിച്ചു എന്നൊരു വാർത്ത പോലും കൊടുത്തോ? പോലീസിന്റെ കേസുള്ള എക്സൈസ് പിടിച്ചു, പോലീസ് പിടിച്ചു. അത് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരാൾക്ക്, ഒരു മുസ്ലിമാണ് കൊടുത്തിരുന്നത്. പേര് കൂടെ പറയാം, എന്തിനാണ് പറയാതിരിക്കുന്നത്? എനിക്കറിയാം പേര് ഇപ്പം ഞാൻ പെട്ടെന്ന് പേര് ഓർമ്മയില്ല. ഒരു മുസ്ലിമാണ്. നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ എമ്പുരാൻ വിവാദം ഉണ്ടായപ്പോൾ പേര് ഉൾപ്പെടെ പറഞ്ഞതാണ്. അയാൾക്ക് വാടക കൊടുത്തു. 85,000 രൂപയ്ക്ക് കൊടുക്കുന്ന ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ലക്ഷൂറിയസ് ഫ്ലാറ്റാണ്. അവിടെ നിന്ന് LSD സ്റ്റാമ്പ് അടക്കമുള്ള മയക്കുമരുന്ന് പിടിച്ചു. കേസ് എവിടെ എത്തി? ഇപ്പം എൻ്റെ ഫ്ലാറ്റിൽ ഞാൻ ധന്യയ്ക്ക് വാടകയ്ക്ക് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ധന്യയുടെ ഫ്ലാറ്റിൽ ഞാൻ വാടകയ്ക്ക് എടുത്തിരിക്കുന്നു. അവിടെ നിന്ന് നിയമവിരുദ്ധമായ എന്തെങ്കിലും വസ്തുതകൾ പിടിച്ചാൽ എന്നെ അറസ്റ്റ് ചെയ്യും. അതോടൊപ്പം തന്നെ ധന്യയോട് ചോദിക്കത്തില്ലേ, നിങ്ങൾക്ക് എങ്ങനെയാ പരിചയം, നിങ്ങളെ ആരാ ഇവിടെ കൊണ്ടുവന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ, അന്വേഷിച്ചിട്ടുണ്ടോ? അപ്പം ഷൈൻ ടോം ചാക്കോ ഒരു ചെറിയ മീനായതുകൊണ്ട് അയാളുടെ മെക്കിട്ട് കയറാം എന്ന ഒരു പ്രവണത അന്വേഷണ ഏജൻസികൾക്കുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോയ്ക്കോട് കാണിച്ച അതേ പരിഗണന പൃഥ്വിരാജ് സുകുമാരനോട് എന്തൊരു കാണിച്ചില്ല? ആ കേസ് എവിടെ എത്തിയെന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ ഞാൻ ഷൈൻ ടോം ചാക്കോയുടെ വക്കാലത്തെടുക്കുകയല്ല. എനിക്ക് മലയാള സിനിമയിൽ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു നടനാണ്. അയാളുടെ മുഖത്ത് ഞാനൊരു അഭിനയത്തിൻ്റെ ഒരു ഭാവവും വിരിയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരു നടൻ, ഒരു കഥാപാത്രമാവണമല്ലോ.
ഷൈൻ്റെ ചില സിനിമകളൊക്കെ ചെയ്യുന്നുണ്ട്. അയാൾ ഒരിക്കൽ പോലും ഒരു കഥാപാത്രം, ഒരാൾ വരുന്നു, എന്തൊക്കെയോ അഭിപ്രായങ്ങൾ കാട്ടുന്നു, തിരിച്ചു പോകുന്നു. എന്താണ് അയാളുടെ നടന വൈഭവം എന്ന് എനിക്കറിയില്ല. എനിക്ക് ഈ പറഞ്ഞ പോലെ മമ്മൂട്ടി ആണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും മറ്റ് നടന്മാരെയൊക്കെ കാണുമ്പോൾ അവർ കഥാപാത്രമായി മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഷൈൻ ടോം ചാക്കോ ആയിട്ടാണ് സിനിമയിലും വരുന്നത്. അപ്പം അങ്ങനെയുള്ള നടനെ വെള്ളപൂശേണ്ട ഒരു കാര്യം എനിക്കില്ല. അപ്പം ഞാൻ പറയുന്നത് മലയാള സിനിമയിൽ മയക്കുമരുന്നിൻ്റെ സ്വാധീനമുണ്ട്. മുമ്പൊരിക്കലൊരു നടി മയക്കുമരുന്ന് ഞങ്ങൾ എന്തോ കഴിക്കും, MDMA കഴിക്കും എന്നൊക്കെ പറയുന്ന ഒരു നടിയുടെ വീഡിയോ വന്നിരുന്നു. നമ്മളതൊക്കെ കഴിക്കും എന്ന് പറയുന്നത്. അപ്പോൾ സിനിമാ നടന്മാർ ആണെങ്കിൽ മദ്യം, മയക്കുമരുന്ന്, കള്ളപ്പണം, ഇത് മൂന്നും വേണമെന്ന് നിർബന്ധമാണ് അല്ലേ? കള്ളപ്പണത്തിൻ്റെ ഇടപാടില്ലാത്ത ഏത് നടന്മാരുള്ള ഈ പറഞ്ഞ പൃഥ്വിരാജിൻ്റെ IT നോട്ടീസ് കൊടുത്തിട്ടില്ലേ? എന്ന് അമ്പിളി പോലെയുള്ള സിനിമയിലൊക്കെ അഭിനയിച്ച മറ്റു നടനുണ്ടല്ലോ, സൗബിൻ്റെ സിനിമകൾ, മഞ്ഞുമൽ ബോയ്സ് വരെയുള്ള സിനിമകൾ എത്ര കോടി രൂപയുടെ കള്ളപ്പണ ഇടപാടാണ്. മലയാളത്തിൽ ഇപ്പോൾ എമ്പുരാൻ സിനിമ 250 കോടി കളക്ട് ചെയ്തു എന്നാണ് പറയുന്നത്. പോസ്റ്ററുകൾ ഒട്ടിച്ചു വെക്കുകയാണ്. 250 കോടി. ഇപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമകൾ, വിദേശത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉണ്ടാക്കിയ ചാവയാണ്. ചാവ, സിക്കന്ദർ, സല്ലൂബായുടെ സിക്കന്ദർ. അതിനു പോലും കിട്ടാത്ത കളക്ഷൻ ഹിന്ദിയിൽ ഇറങ്ങിയ, ഹിന്ദിയാണല്ലോ മലയാളത്തെക്കാളും വലിയ ഭാഷ, ഹിന്ദിയിൽ ഇറങ്ങിയ വിഖ്യാതമായ ഈ സിനിമകൾക്ക് കിട്ടാത്ത കളക്ഷൻ പോലും വിദേശത്തു നിന്നും എമ്പുരാന് കിട്ടിയെന്ന് വ്യാജ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുക. അത് കള്ളമല്ലേ? അത്രയും പണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കള്ളമാണ്. തമിഴ്നാട്ടിലെ ഒരു തിയേറ്ററിൽ എമ്പുരാൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പോസ്റ്റ് ഇട്ടിരിക്കുക. തിയേറ്ററിൽ നോക്കുമ്പോൾ, ബുക്കിംഗ് ആപ്പിൽ നോക്കുമ്പോൾ മുഴുവൻ സീറ്റുകളും ബുക്ക്ഡാണ്. 12 സീറ്റേ ഉള്ളൂ. തിയേറ്ററിൽ ചെന്നപ്പോഴത്തേക്ക് പുള്ളി അവസാനം ബാക്കിയുള്ള 12 ഒരു ടിക്കറ്റ് എടുത്ത് കയറിയപ്പോൾ ബാക്കി സീറ്റുകളെല്ലാം കാലി. അതുപോലെ ചില തിയേറ്ററുകളിൽ ഏറ്റവും പ്രീമിയം ക്ലാസ് ഉണ്ടല്ലോ, പ്രീമിയം ക്ലാസ് എപ്പോൾ നോക്കിയാലും ബുക്ക്ഡ് എന്ന് കാണിക്കും, ബാക്കി സീറ്റുകളിലുള്ളൂ. അപ്പോൾ കൃത്രിമമായി സിനിമ വിജയിച്ചു, വൻ കളക്ഷൻ ഉണ്ടെന്ന് കാണിക്കാൻ സിനിമാ തിയേറ്ററിൽ ബുക്കിംഗ് ആപ്പ് വഴി എന്ത് ചെയ്യുന്നറിയോ? എല്ലാ സീറ്റുകളും ഓൺലൈൻ വഴി നിർമ്മാതാക്കൾ തന്നെ ബുക്ക് ചെയ്യും. ആൾ നോക്കുമ്പോൾ സിനിമ ഒറ്റ ടിക്കറ്റ് കിട്ടാനില്ല, സിനിമ ഭയങ്കര ഹിറ്റ്, ജനം ഹൗസ്ഫുൾ കാണിക്കും, അങ്ങോട്ട് പോകത്തില്ല. 5 or 10 സീറ്റേ ഉള്ളൂ. തിയേറ്ററിൽ പോകുന്നവരെ അറിയുന്നുള്ളൂ സീറ്റുകൾ കാലിയാണെന്നുള്ളത്. അതുകൊണ്ട് 2 ഗുണമുണ്ട്. ഒന്ന്, ഒരു ടിക്കറ്റും കിട്ടാനില്ല എന്നുള്ള ഒരു ഇംപ്രഷൻ ഉണ്ടാക്കാം, സിനിമ വൻ വിജയമാക്കി എന്നുള്ള ഒരു കണക്ക് കാണിക്കാം. രണ്ടാമത്തെ കാര്യം, നിർമ്മാതാവിൻ്റെ കയ്യിലുള്ള കള്ളപ്പണം അത്രയും ടിക്കറ്റ് കളക്ഷനായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഇങ്ങനെ സിനിമാ രംഗത്ത് പെണ്ണ് കേസുണ്ട്, കള്ള് കേസുണ്ട്, കഞ്ചാവ് കേസുണ്ട്, കള്ളപ്പണ കേസുണ്ട്. ഇതിനെ സംബന്ധിച്ച് എന്ത് ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്? അപ്പം ഞാൻ പറയുന്ന മയക്കുമരുന്നിനെ സംബന്ധിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞത് സംസ്ഥാന സർക്കാർ പറഞ്ഞില്ലല്ലോ. സംസ്ഥാന സർക്കാരും സജി ചെറിയാൻ അടക്കമുള്ള മന്ത്രിമാരും ഒക്കെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സ്ത്രീ വിഷയം, മസാല വിഷയമാണ് പറഞ്ഞത്. അപ്പോൾ ഹൈക്കോടതി പോയപ്പെടുത്തി ഒരുത്തൻ കേസ് കൊടുത്തത് എന്താ, അതിനകത്ത് മറച്ചു വെച്ച പേജുകൾ പ്രസിദ്ധീകരിക്കണം, കാരണം വായിച്ചിട്ട് വീണ്ടും വിജൃംഭിതരാവാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെന്താ? എന്നാൽ ഏറ്റവും വൈറ്റൽ ആയിട്ടുള്ള അടുത്ത തലമുറയെ വരെ സ്വാധീനിക്കാനും നശിപ്പിക്കാനും കഴിയുന്ന മയക്കുമരുന്ന് ഇടപാട്, ആ ഇടപാടുകളെ കുറിച്ച് പറഞ്ഞ ഭാഗം കേരളം ചർച്ച ചെയ്തിട്ടില്ല. അപ്പം ഞാൻ പറയുന്നത്, ഇപ്പം എനിക്ക് ഈ പീഡനം എന്നൊക്കെ പറയുന്നതിനോട് അത്ര യോജിപ്പൊന്നും ഇതൊക്കെ ഞാൻ അപ്രിയമായ കാര്യങ്ങളാണ് പറയുന്നത്. ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർക്കും എന്നോട് ദേഷ്യം ഉണ്ടാവുമായിരിക്കും. പീഡനം എന്നൊക്കെ പറയുന്നുണ്ട് സിനിമയിൽ. ഞാനൊരു സിനിമാടിയാണ്, എനിക്ക് സിനിമയിൽ അഭിനയിക്കണം ഞാൻ ചൊല്ലുന്നു. അവിടെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് വഴങ്ങണമെന്ന് സംവിധായകനോ നിർമ്മാതാവോ പറയുന്നു. എനിക്ക് പറ്റില്ലെങ്കിൽ ആരും നിർബന്ധിക്കില്ലല്ലോ, എനിക്ക് പറ്റില്ല. സമീപകാലത്ത് ഒരു തമിഴ് നടിയുടെ വീഡിയോ ഉണ്ടല്ലേ, ഒരു തമിഴ് നടിയെ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഒരാൾ അപ്പുറത്തോട് പറയുക, നീ വീഡിയോ കോളിൽ വന്നിട്ട് ഞങ്ങൾ പറയുന്നതൊക്കെ ചെയ്യുക. ആ വീഡിയോ ലീക്കായി, ഭയങ്കര വൈറലായി, 1 മാസമായിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് സമ്മതം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അതുകൊണ്ട് തന്നെ മഹാഭൂരിപക്ഷം സിനിമയുമായി ബന്ധപ്പെട്ട കാസ്റ്റിംഗ് കൗച്ച് കേസുകളിലും പരാതിക്കാർ വരാറില്ല. കാരണം അതിനകത്ത് കൺസെൻ്റ് ഉണ്ട്. അപൂർവം ചില കേസുകളിൽ ഇനിയിപ്പോൾ ഒരു റോളൊക്കെ തരാം, നായികയാക്കാം എന്ന് പറഞ്ഞിട്ട് തൂപ്പുകാരിയാണ് ആക്കിയെങ്കിൽ ചിലപ്പോൾ പരാതിയായിട്ട് വരും. അതല്ലാതെ സിനിമയിലെ സ്ത്രീ പീഡനം എന്ന് പറയുന്നത് നല്ലൊരു ശതമാനവും ബലപ്രയോഗമോ നിർബന്ധമോ സമ്മർദ്ദമോ കൊണ്ടോ ആണെങ്കിൽ പോലും ഒരു കൺസെൻ്റ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അല്ലെങ്കിൽ എനിക്ക് അഭിനയിക്കേണ്ട, നീ പോടാവോ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോരാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? അപ്പോൾ നമ്മൾ ഈ മയക്കുമരുന്നിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണം. മയക്കുമരുന്ന് സിനിമയിലുണ്ട്. സിനിമയിൽ ഇപ്പോൾ ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞ് മയക്കുമരുന്നിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന, കഞ്ചാവിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു സിനിമ ഇറങ്ങി. കേരളത്തിലെ എക്സൈസ് കേസെടുത്തോ? കേരള പോലീസ് കേസെടുത്തോ? കേരളത്തിലെ സാംസ്കാരിക നായർ ഇങ്ങനൊരു സിനിമ ഇറങ്ങുന്നത് സമൂഹത്തിൽ മയക്കുമരുന്നിൻ്റെ ഉപഭോഗത്തെ കൂട്ടാൻ സഹായിക്കുന്ന നിലപാട് ഒരു സാംസ്കാരിക സംഘടനയുടെ DYFI കണ്ടില്ല. കാരണം ആഷിഖ് കപൂർ ആണല്ലോ ആ സിനിമ ഇറക്കിയത്. അപ്പോൾ അതുകൊണ്ട്
ഈ പറഞ്ഞതുപോലെ ഇതിനെയൊക്കെ ഗ്ലോറിഫൈ ചെയ്യാനും ഏറ്റെടുക്കാനും ആളുകളുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ എൻ്റെ ഇപ്പോൾ നടക്കുന്നത് ഷൈൻ ടോം ചാക്കോയുടെ കേസ് ആദ്യത്തെ കേസല്ല. ഇപ്പോൾ മയക്കുമരുന്ന് പിടിക്കാനുള്ള ഒരു ജില്ലാ പോലീസ് മേധാവിയുടെ സ്പെഷ്യൽ സ്ക്വാഡാണ് ഡാൻസ് ഓഫ്. ഈ ഡാൻസ് ഓഫിനെ കുറിച്ചാണ് പണ്ട് നമ്മുടെ നിലമ്പൂർ മഹാരാജാവ് പറഞ്ഞത്, അവർ കള്ളപ്പണം പൊട്ടിക്കുന്നു, ഡാൻസ് ഓഫ് മയക്കുമരുന്ന് പിടിക്കുന്നു, ഒരു സ്വർണം പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ പരാതിയുണ്ട്. അപ്പോൾ എല്ലാ ജില്ലകളിലും ഡാൻസ് ഓഫ് വന്നപ്പോൾ ഷൈൻ ടോം ചാക്കോ ഓടി എന്ന് പറയുന്നു. ഇതിനു മുമ്പ് ഇയാൾ ഓടുന്ന വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ മലയാള സിനിമയിലെ ഒരു നൊട്ടോറിയസ് കഥാപാത്രമാണ് ഷൈൻ ടോം ചാക്കോ. പക്ഷേ ഇപ്പോഴും ഞാൻ അത്ഭുതപ്പെടുന്നത് മലയാള സിനിമ എന്ന് പറയുന്നത് നടന്മാരുടെ കോൺട്രിബ്യൂഷൻ ഒന്നും അല്ല. മലയാള സിനിമ ഉണ്ടാക്കുന്നവൻ്റെ കോൺട്രിബ്യൂഷൻ അല്ലേ. നിർമ്മാതാക്കൾ കാശ് മുടക്കിയാലേ സിനിമ ഉണ്ടാകത്തുള്ളൂ. എന്നോടൊരു നിർമ്മാതാവ് പറഞ്ഞത് മലയാള ലോകത്തെല്ലായിടത്തും പണം മുടക്കുന്നവൻ മുതലാളിയാണ്, അവൻ്റെ മുന്നിൽ ഒച്ചാനിച്ച് നിൽക്കും തൊഴിലാളി. സിനിമയിൽ മാത്രമല്ല, പണം മുടക്കുന്നവൻ അടിമയാണ്. പിന്നെ പണം വാങ്ങി ജോലി ചെയ്യുന്ന കൂലിപ്പണിക്കാരായ നടിമാരുടെയും നടന്മാരുടെയൊന്നുമില്ല, നടന്മാരുടെ മുന്നിൽ മുതലാളി പിന്നെ ഇങ്ങനെ നിൽക്കണം. എനിക്കറിയാം, ഒരു ദിവസം വരുമ്പോൾ ഒരു സിനിമയുടെ സെറ്റിൽ, ഞാൻ ആ സെറ്റിലുണ്ട്, ഒരു പ്രധാനപ്പെട്ട നടൻ, പേര് ഞാൻ പറയുന്നില്ല, ആ നടൻ വന്നിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് സെറ്റിലിടാൻ കൊടുത്ത ചെരുപ്പ് വള്ളിച്ചെരുപ്പായിപ്പോയി. ഇന്നലെ ഇട്ട ചെരുപ്പ് എനിക്ക് വേണം. കാരണം ഇന്നലെ തലേദിവസം അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിന് ഇട്ട ഒരു ചെരുപ്പ് കൊടുത്തിരുന്നു. അതൊന്ന് മഴക്കാലമാണ്, സെറ്റിലൊക്കെ അത്യാവശ്യം വെള്ളവും ചളിയും ഉണ്ട്. അതുകൊണ്ട് തലേന്ന് അദ്ദേഹം കാരവണിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് ഇട്ടൊരു ചെരുപ്പുണ്ടായിരുന്നു. അത് കംഫർട്ടബിൾ ആയിരുന്നു. പിറ്റേന്ന് അതെവിടെയോ മിസ്പ്ലേസ്ഡ് ആയിപ്പോയി. ഒരു വലിയ സിനിമയാണ്, ഒരുപാട് ആളുകൾ നടന്മാരും എക്സ്ട്രാ ആർട്ടിസ്റ്റുകളും പങ്കെടുത്ത ഒരു വലിയ സിനിമ. പിറ്റേന്ന് ആ ചെരുപ്പ് കിട്ടിയില്ല. പുതിയൊരു സ്ലിപ്പർ മേടിച്ചിട്ട് ഇന്നലത്തെ ചെരുപ്പ് കൊണ്ടുവന്നിട്ടേ ഞാൻ ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞ നടനെ എനിക്കറിയാം. അപ്പം ഇങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ നിർമ്മാതാവ് തൊഴിലാളിയെപ്പോലെ വിനീതദാസനായി നിൽക്കുന്ന ഒരു മേഖലയും കൂടിയാണ് സിനിമ എന്ന് ഒരു സിനിമാ നിർമ്മാതാവ് പറഞ്ഞത് എനിക്കറിയാം. അദ്ദേഹം അത് ഓൺലൈൻ ചാനലുകളും ടി വിയിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിനിമാ രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഷൈൻ ടോം ചാക്കോയല്ല, ഷൈൻ ടോം ചാക്കോയുടെ മയക്കുമരുന്ന് ഇടപാടാണ്. മയക്കുമരുന്ന് ഇടപാടിനെ കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്, മയക്കുമരുന്ന് ഇടപാടിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അതിലാണ് നടപടി വേണ്ടത്. ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഒരിക്കൽ കൂടി എടുത്തു വെച്ച് മലയാള സിനിമയിലെ മയക്കുമരുന്ന് ഇടപാടുകളെക്കുറിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞത് ചർച്ച ചെയ്യണം. ചർച്ച ചെയ്തിട്ട് മലയാള സിനിമയിൽ മയക്കുമരുന്നുമായി നേരിട്ടും അല്ലാതെയും പ്രത്യക്ഷമായും പരോക്ഷമായും ബന്ധപ്പെട്ട എല്ലാ നടന്മാരുടെയും പങ്കിനെക്കുറിച്ച് ഒരു വൈറ്റ് പേപ്പർ ഇറക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണ്. കാരണം സിനിമാ നടന്മാരെ അനുകരിക്കുമല്ലോ അല്ലേ. അവരുടെ വേഷം, അവരുടെ ഹെയർ സ്റ്റൈല്, അവരുടെ സംഭാഷണം, അവരുടെ നടപ്പ് അല്ലേ, ഇതെല്ലാം ആളുകളെ സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവരെല്ലാം മയക്കുമരുന്ന് അടിക്കുന്നവരാണ്, MDMA അടിക്കുന്നവരാണ് എന്ന് വരുമ്പോൾ യുവതലമുറ അതിനെ അനുകരിക്കും. സിനിമ സ്വാധീനിക്കുന്നില്ലേ. മാർക്കോ ഇറങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞ എന്താണ്, സിനിമ സ്വാധീനിക്കും. അങ്ങനെയാണെങ്കിൽ ഭരത്ചന്ദ്രൻ IPS കണ്ടിട്ട് ഒരുപാട് IPSകാരുണ്ടാണായിരുന്നു അല്ലേ. അപ്പം മാർക്കോ മാത്രമല്ല സ്വാധീനിക്കുക, അപ്പോൾ സിനിമ സ്വാധീനിക്കും. പക്ഷെ സിനിമയിലെ ആളുകളുടെ നടപ്പും ഭാവവും ഒക്കെ അത് സിനിമയിലെ ആവണമെന്നില്ല. പുറത്തും അവർ കാണിക്കുന്ന ഭാവാദികൾ ആളുകളെ സ്വാധീനിക്കാം. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ മയക്കുമരുന്നിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ സർക്കാരിൻ്റെ മുന്നിൽ രേഖയുണ്ടെന്നേ. നിർമ്മാതാക്കളുടെ സംഘടന ഒഫീഷ്യലി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മലയാള സിനിമയിൽ വ്യാപകമായ മയക്കുമരുന്നുണ്ട്, അത് കണ്ടെത്തണം, അവസാനിപ്പിക്കണം, അതിന് സർക്കാരിൻ്റെ നടപടി വേണം. ഏതെങ്കിലും ഒരു സിനിമ സെറ്റിൽ എക്സൈസ് പാർട്ടി റെയ്ഡ് നടത്തുമോ? നിങ്ങൾ പറയുന്നു സിനിമാ രംഗത്ത് മയക്കുമരുന്നാണ്. സിനിമാ ലൊക്കേഷനിൽ എന്തുകൊണ്ടാണ് എക്സൈസ് പാർട്ടി ഒരു അല്ലെങ്കിൽ പോലീസ് ഒരു മിന്നൽ പരിശോധന നടത്തിയിട്ട് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്താത്തത് എന്തുകൊണ്ടാണ്? ഇതൊക്കെയാണ് വൈറ്റലായ കാര്യം. അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോ ആണ് പ്രതിയാണ്. പക്ഷേ അയാൾക്ക് മയക്കുമരുന്ന് കൊടുക്കുന്നവർ, അയാളും ഈ റാക്കറ്റിൻ്റെ ഭാഗമാണോ എന്ന് അന്വേഷിക്കണം. മലയാള സിനിമയിലെ മയക്കുമരുന്ന് റാക്കറ്റിനെതിരെയുള്ള പോരാട്ടം ഷൈൻ ടോം ചാക്കോയ്ക്ക് എതിരെ മാത്രമായി ഒതുക്കരുത്. സ്വന്തം ഫ്ലാറ്റിൽ മയക്കുമരുന്ന് ശേഖരിച്ചു വെക്കാൻ ശേഷിയുള്ളവനെ വാടകക്കാരായി താമസിപ്പിക്കുന്നവരും അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.